അവയവ കച്ചവടത്തിനായുള്ള മനുഷ്യക്കടത്ത് കേസിൽ അന്വേഷണ സംഘം കശ്മീരിലേക്ക് സ്വീകർത്താക്കളുടെ മൊഴിയെടുക്കാനാണ് പോലീസ് കശ്മീരിലേക്ക് തിരിക്കുന്നത്. മനുഷ്യക്കടത്ത്, വഞ്ചന, ഗൂഢാലോചന കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് സ്വീകർത്താക്കളുടെ കൂടി മൊഴി രേഖപ്പെടുത്താനാണ് ശ്രമം. അവയവ കച്ചവടത്തിനായുള്ള മനുഷ്യക്കടത്ത് കേസിൽ ഇരകളെ മാഫിയ വലയിലാക്കിയതിനെക്കുറിച്ചോ വാഗ്ദാനം ചെയ്ത പണം നൽകാതെ വഞ്ചിച്ചതിനെക്കുറിച്ചോ സ്വീകർത്താക്കൾക്ക് ഒന്നും അറിയുമായിരുന്നില്ലെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. അവയവ കച്ചവടത്തിലെ ഇടപാടുകൾ കൃത്യമായി സ്വീകർത്താക്കൾ വിശദീകരിക്കുകയും മൊഴിയായി കോടതിയിൽ നൽകുകയും ചെയ്താൽ കേസിന് ബലമേകും. കാശ്മീരിലെ സ്വീകർത്താക്കൾക്കായാണ് ഇരകൾ വൃക്കകൾ നൽകിയിട്ടുള്ളത്. സ്വീകർത്താക്കൾ, ബന്ധുക്കൾ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തിയാൽ കൂടുതൽ ഇടനിലക്കാർ ഉണ്ടായിരുന്നോ എന്നും ആരെല്ലാമായിരുന്നെന്നും വ്യക്തമാകും. കേസിൽ പ്രാഥമിക കുറ്റപത്രം ഉടൻ സമർപ്പിക്കാൻ ഒരുങ്ങുന്ന പോലീസ് മനുഷ്യക്കടത്ത്, ഗൂഢാലോചന, വഞ്ചനാ കുറ്റങ്ങളിലാണ് കുറ്റപത്രം സമർപ്പിക്കുക. അവയവക്കടത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് റിപ്പോർട്ട് കൈമാറുക. സാബിത് നാസർ, ബല്ലൻ രാംപ്രസാദ് ഗോണ്ട, സജിത് ഷം എന്നിവർക്കെതിരെയാണ് കുറ്റപത്രം നൽകുക. അവയവ കച്ചവടത്തിനായി ഇരകളെ വഞ്ചിച്ച് ഇറാനിലെത്തിച്ചെന്നും ഇതിനായി ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുമാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. കേസിൽ വിശദമായ അന്വേഷണത്തിനും വിദേശത്തുള്ള പ്രതികളെ തിരികെ എത്തിക്കാനും ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണം. നിലവിൽ NIA കേസ് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് പരിധിയിലുള്ള അന്വേഷണം പൂർത്തിയാക്കി മൊഴികൾ ഉൾപ്പെടുത്തി കുറ്റപത്രം സമർപ്പിക്കുകയാണ് ചെയ്യുക. ജനം, കൊച്ചി.